സംഭവബഹുലമായ ഡേ 3 അടി തിരിച്ചടിക്ക് ശേഷം ഇന്ത്യ മാച്ചിലേക്ക് തിരിച്ചു വന്നു ഞാൻ പറയും. നിങ്ങൾ എന്ത് പറയുന്നു? ഇപ്പം നോക്കുവാണെങ്കിൽ 246 റൺസിൻ്റെ ലീഡ് മൂന്നാമത്തെ ദിവസം ഇന്ത്യക്കുണ്ട്. സോ ഞാൻ പറയും ഡേ 3 ബിലോങ്സ് ടു ഇന്ത്യ. നോക്കുവാണെങ്കിൽ അവിടെ സ്മിത്തും ഹാരി ബ്രോക്കും കൂടെ ചേർന്ന് 303 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. മല പോലെയുള്ള ഒരു പാർട്ണർഷിപ്പ്. മാച്ച് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി നമ്മൾ വിചാരിച്ചു. എന്നാൽ അവിടുന്ന് നമ്മുടെ ഫാസ്റ്റ് ബോളർമാർ സിറാജ് സാറും ആകാശ് സാറും, DSP സാറിന് സല്യൂട്ട്, ആകാശ് ദീപിന് സല്യൂട്ട്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇന്ത്യയെ മാച്ചിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ അഭിമാനം കുറച്ചെങ്കിലും കാത്തു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ലോകത്തിന് മുമ്പിൽ നമ്മൾ നാണം കെട്ട് പോയനെ, ഇംഗ്ലീഷുകാരുടെ മുമ്പിൽ നമ്മൾ നാണം കെട്ട് പോയനെ, ആ ഒരു നാണക്കേടിൽ നിന്ന് സിറാജ് സാറും ആകാശ് സാറും നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ പറയും. 246 റൺസിൻ്റെ ലീഡ് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. 9 വിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഇന്നത്തെ ദിവസം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ തുടങ്ങുന്നു. രണ്ടാമത്തെ ഓവറിൽ സിറാജ് സാർ സ്ട്രൈക്ക് ചെയ്യുന്നു. അവിടെ റൂട്ടിൻ്റെ വിക്കറ്റ് എടുക്കുന്നു. ഡൗൺ ദ ലെഗ് സൈഡിൽ വന്ന ഒരു ബോൾ കോഡ് ബിഹൈൻഡ് ആയിട്ട് റൂട്ട് അവിടെ ഔട്ട് ആവുന്നു. അൺലക്കി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ റൂട്ടും കൂടെ കളിച്ചിരുന്നെങ്കിൽ അമ്മാർ 600 പരം റൺസ് ഇന്ന് തന്നെ കണ്ടെത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു. റൂട്ടും ഹാരി ബ്രോക്കും കൂടെ ചേർന്ന് തുടങ്ങും. സ്മിത്ത് വന്ന് അവസാനിപ്പിക്കുമായിരുന്നു. അങ്ങനെ റൂട്ടിൻ്റെ വിക്കറ്റ് അവിടെ കിട്ടുന്നു. ബെൻ സ്റ്റോക്ക് അടുത്ത ബോളിൽ തന്നെ ബെൻ സ്റ്റോക്കിൻ്റെ വിക്കറ്റ് അവിടെ കിട്ടുന്നു. 84-5 പോകുന്നു. അവിടെ സ്മിത്ത് കളിക്കാൻ വരുന്നു. അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ സ്മിത്ത് കളിക്കാൻ വരുന്നു. എൻ്റെ ദൈവമേലെ കരിമ്പിൻ കാർഡിൽ ആന കയറിയതുപോലെ ആയിരുന്നു. കയറി മേഞ്ഞെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇന്ത്യയുടെ ബോളർമാരെ. പ്രത്യേകിച്ച് IPLലെ പ്രൈം ബോളറായ പർപ്പിൾ ക്യാപ്പ് ബോളറായ കൃഷ്ണയെ തെരഞ്ഞു പിടിച്ചടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. കൃഷ്ണ, നീ എന്താണ് മാറാത്തത്? നിൻ്റെ എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 6ഉം 7ഉം ഒക്കെയാണ് നീ കൊടുക്കുന്ന എക്കണോമി. ബുംറയുടെ 2020 എക്കണോമിയാണ് നിൻ്റെ ടെസ്റ്റിലെ എക്കണോമി. സത്യം പറയാൻ നിനക്ക് ആരാണ് ഈ ബുദ്ധി പറഞ്ഞു തരുന്നത്? ഹിറ്റ് ദ ഡെക്ക് ഹാർഡ്. എല്ലാം പോയിട്ട് ഷോർട്ട് ബോൾ എറിയോ, എന്നാ പിടിച്ചോ. സ്മിത്ത് പറയുന്നത് നീ തിരിച്ചു പിടിച്ചോ. 4-6 ഒരു ഓവറിൽ 24 റൺസ്. അവിടുന്ന് കംപ്ലീറ്റ് കളി മാറിയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. സ്മിത്ത് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ബോളർമാരെ, ഞാൻ ആകാശ് ദീപിനെ സിറാജിനെ അവിടെ പറയുന്നില്ല, സുന്ദറിനെ, കൃഷ്ണയെ, ജഡേജയെ പിടിച്ചു വെച്ച് അടിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. കണ്ണീന്ന് പൊന്നീച്ച പറക്കുന്ന അടിയാണ് അടിച്ചത് സ്മിത്ത്. എന്നാ അടിയായിരുന്നേ. അവിടുന്ന് ഹാരി ബ്രോക്കുമായിട്ട് ചേർന്ന് 303 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ്. അവിടെ നമ്മൾ വിചാരിച്ച് തീർന്നത്. നമ്മൾ എന്തൊക്കെ സ്വപ്നം കണ്ടതാ. ഇന്ന് ഫോളോ ഓൺ കൊടുക്കുന്നു, മല പോലെയുള്ള ലീഡ് കണ്ടെത്തുന്നു, ഇംഗ്ലണ്ടിനെ പിന്നെ ബാറ്റിങ്ങിന് കൊണ്ടുവരുന്നു, പിന്നെ ഓൾ ഔട്ട് ആകുന്നു. പക്ഷേ താണ്ട ബാസ് ബോൾ എന്താണെന്ന് സ്മിത്തും ഹാരി ബ്രോക്കും കൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു, ഇന്ത്യക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഈ ഒരു ഭയം ഉണ്ടല്ലോ ഗില്ലിൻ്റെ മനസ്സിൽ നിന്നും ജിയുടെ മനസ്സിൽ നിന്നും ഇപ്പോഴൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ഭയം എന്തായാലും കാണും. ഈ കളി അവസാനിക്കുമ്പോഴായാലും ഇനിയുള്ള വരും കളിയിലായാലും ഗില്ലിൻ്റെ മനസ്സിലായാലും ജിയുടെ മനസ്സിലായാലും നമ്മുടെ മനസ്സിലായാലും ഈ ബാസ്ബോൾ ഉണ്ടല്ലോ നമ്മൾ മറക്കത്തില്ല. എന്നാ കളിയാന്നേ. രണ്ടവന്മാർ 84-ൽ 5 വിക്കറ്റ് പോയെടുത്തുനിന്ന് ഇമ്മാർ കളിക്കുന്നത് 387 റൺസ് വരെ ഇമ്മാർ രണ്ടുപേരോട് നിന്ന് കളിക്കുന്നു. 303 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. ഒരു മല പോലെ ഉള്ളത്. ഞാൻ വിചാരിച്ച് കഴിഞ്ഞു വന്നു. എന്നാൽ ടീക്ക് ശേഷം ഇന്ത്യ ന്യൂ ബോൾ എടുക്കുന്നു. സിറാജ് സാറും ആകാശ് ദീപും കൂടെ ചേർന്ന് ഇന്ത്യയെ മാച്ചിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. എന്നാ മനോഹരമായ ഒരു ബോളിംഗ് ആയിരുന്നേ. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. എന്നാ ബോളിംഗ്. പ്രത്യേകിച്ച് ആകാശ് ദീപ് അവിടെ ഇൻസിംഗ് ഡെലിവറിയിലൂടെ ഹാരി ബ്രോക്കിനെ പറഞ്ഞു വിടുന്നു. ഹാരി ബ്രോക്കിൻ്റെ വിക്കറ്റ് അവിടെ പോകുമ്പോൾ 387-6. പിന്നെ നടന്നതെല്ലാം അബ്സല്യൂട്ട് സിനിമയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. കേവലം 21 റൺസിൽ ഇംഗ്ലണ്ട് തീർന്നു. വിശ്വസിക്കാൻ പറ്റൂ, ഇന്ത്യ ഫസ്റ്റ് ടെസ്റ്റിൽ കൊളാപ്സ് ആയത് അതേ ഒരു കൊളാപ്സ് ഇംഗ്ലണ്ട് ആവർത്തിക്കുന്നു. 21 റൺസിൽ ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അബ്സല്യൂട്ട് സിനിമ. സിറാജ് സാറ് വന്നിട്ട് വാലറ്റത്തെ ഒതുക്കിയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പണി തരുന്നത് വാലറ്റമാണ്. എപ്പോഴും. അതിന് ഓസ്ട്രേലിയ ആയാലും ന്യൂസിലാൻഡ് ആയാലും ഇംഗ്ലണ്ട് ആയാലും നമുക്ക് എപ്പോഴും വാലറ്റമാണ് പണി തരുന്നത്. സോ സിറാജ് സാറ് വരുന്നു, അവിടെ മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നു. 6 വിക്കറ്റ് സിറാജ് സാറ് നേടുന്നു. ആകാശ് ദീപ് 4 വിക്കറ്റ് എടുക്കുന്നു. അതിൽ ആകാശ് ദീപിൻ്റെ വിക്കറ്റാണ് ഇമ്പോർട്ടൻറ്റ് വിക്കറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ ഹാരി ബ്രോക്ക് അവിടെ സെറ്റായിട്ട് നിൽക്കുമായിരുന്നു. 154 റൺസ് എടുത്ത് ഹാരി ബ്രോക്കിൻ്റെ വിക്കറ്റ് അവിടെ എടുക്കുന്നു. സൂപ്പർ ബോളിംഗ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഇന്ത്യയെ മാച്ചിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. സോ ഡേ 3 അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ കയ്യിൽ 246 റൺസിൻ്റെ ലീഡുണ്ട്. 9 വിക്കറ്റ് കയ്യിലുണ്ട്. ഇവിടുന്ന് ഇന്ത്യൻ ടീം തീരുമാനിക്കുക കളി ജയിക്കണോ അതോ കൊണ്ട് പരാജയപ്പെടണോ അതോ ഡ്രോ ആവണോ എന്നുള്ളത് ഇന്ത്യയുടെ കയ്യിലാണ്. പിന്നെ ഇന്ത്യയുടെ സ്പിൻ ബോളർമാരും കൃഷ്ണയും നിതീഷ് കുമാർ റെഡ്ഡിയും ഇൻഎഫക്റ്റീവ് ആയിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നു. ഒരു രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്പിന്നർമാർക്ക്. രവീന്ദ്ര ജഡേജ എത്ര വർഷമായിട്ട് കളിക്കുന്നു, ഒരു രീതിയിലുള്ള ബെനിഫിറ്റും പിച്ചിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. സുന്ദറിന് ഒരു രീതിയിലുള്ള ബെനിഫിറ്റ് പിച്ചിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. നിതീഷ് കുമാർ റെഡ്ഡി എന്തിനാ കളിപ്പിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ബാറ്റിങ്ങോ ചെയ്തില്ല,
ബോളിങ്ങിലായാലും വലിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നിതീഷ് കുമാർ റെഡ്ഡിക്കും കഴിഞ്ഞില്ല. പിന്നെ ബാക്കിയുള്ള അടിയെല്ലാം കൃഷ്ണ സാറും കൂടെ വാങ്ങിച്ചു കൂട്ടി പറഞ്ഞിരിക്കുന്നു. നോക്കിക്കേ, ബഷീർ അവിടെ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ബോളറാണ്. ഒന്നുമില്ലെങ്കിൽ 3 വിക്കറ്റ് എടുത്തു. ഇന്ത്യയുടെ 2 സ്പിന്നർമാർക്ക് 1 വിക്കറ്റ് പോലും എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. 1 വിക്കറ്റ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആർക്കെങ്കിലും 1 വിക്കറ്റെങ്കിലും എടുക്കാൻ കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ നിരാശയെന്ന് പറഞ്ഞിരിക്കുന്നു. എങ്ങനെ രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിനെ ഇവർ പിടിച്ചു കിട്ടുമെന്ന് എനിക്കറിയില്ല. ഈ സ്പിന്നർമാർ എല്ലാവരും പറയുന്നു കുൽദീപ് വേണമായിരുന്നു, കുൽദീപ് വേണമായിരുന്നു. ലോകം മൊത്തം പറയുന്നു. കുൽദീപ് വന്ന് വിക്കറ്റ് എടുക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, ലോകത്തിനും അറിയില്ല. പക്ഷേ ലോകം മൊത്തം പറയുന്നു ഇന്നത്തെ കളിയിൽ കുൽദീപ് വേണമെന്ന്. അവിടുത്തെ ഒരു റെക്കോർഡ് പരിശോധിക്കുമ്പോഴേ ഷെയ്ൻ വോൺ 4 ടെസ്റ്റ് കളിച്ചിട്ടുണ്ട്, 20 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ കുൽദീപ് എന്തുകൊണ്ടും വേണമായിരുന്നു. നിങ്ങൾക്ക് സുന്ദറിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. സുന്ദറിൻ്റെയും രവീന്ദ്ര ജഡേജയുടെയും ഗില്ലിൻ്റെയും ബാറ്റിംഗ് പെർഫോമൻസ് നമ്മളെ രക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് 246 റൺസിൻ്റെ ലീഡ് വരാനുള്ള കാരണം ശുഭ്മൻ ഗില്ലിൻ്റെ ബാറ്റിംഗ്. നമ്മൾ മറന്നു പോകരുത്. ശുഭ്മൻ ഗില്ലിൻ്റെ ബാറ്റിംഗ്, രവീന്ദ്ര ജഡേജയുടെ ബാറ്റിംഗ്, സുന്ദറിൻ്റെ ബാറ്റിംഗ്, ഞാനത് ഓർക്കുന്നു. പക്ഷേ നിതീഷ് കുമാർ റെഡ്ഡിയെ മാറ്റി നിർത്തിയിട്ട് സുന്ദറിനെ നമ്പർ 6 കളിപ്പിക്കാമായിരുന്നു, നമ്പർ 8 കുൽദീപിനെ കൊണ്ടുവരാമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നോക്കുവാണെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി ബാറ്റിങ്ങിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചില്ല, ബോളിങ്ങിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല. ഒരു ഫ്ലാറ്റ് പിച്ചാണ്. ഇന്ത്യയുടെ പ്രൈം ബോളർമാർക്ക് വലിയ രീതിയിൽ ബോൾ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് എന്നാൽ ബോൾ ചെയ്യാൻ കഴിയും. സോ എൻ്റെ അഭിപ്രായത്തിൽ നമ്പർ 6 സുന്ദറിനെ ഇട്ടിട്ട് നമ്പർ 8 കുൽദീപ് യാദവ് ഇന്ത്യൻ ടീമിന് അത്യാവശ്യമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. വിക്കറ്റ് എടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ലോകം മൊത്തം പറയുന്നു കുൽദീപ് യാദവ് വേണമെന്ന്. സോ ഇന്ത്യയുടെ സ്പിന്നർമാർ നിരാശപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. പിന്നെ ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോൾ 64 റൺസിൽ 1 വിക്കറ്റ് നഷ്ടമായി. നമുക്ക് 246 റൺസിൻ്റെ ലീഡുണ്ട്. നോക്കുവാണെങ്കിൽ രാഹുലിൻ്റെ അവിടെ ഒരു പോസിറ്റീവ് ഇൻറ്റൻറ്റ് കാണുന്നു. എനിക്ക് തോന്നുന്നു ജി പറഞ്ഞു, നീ കൊട്ടാനൊന്നും നിൽക്കേണ്ട, കൊട്ടി ആദ്യത്തെ കളിയിൽ ഔട്ടായതാ, നീ പോയി കളിച്ചോ, അടിച്ച് കളിച്ചോ. രാഹുൽ വരുന്നു, 6 4 അടിച്ചത്, സൂപ്പറായിട്ട് കളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഏകദേശം 78 റൺസിൻ്റെ സ്ട്രൈക്ക് റേറ്റിൽ രാഹുൽ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ജയ്സ്വാൾ അവിടെ ഔട്ടായി, അൺലക്കി എന്ന് പറഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞ ഒരു ഇൻസിങ് ഡെലിവറിയിൽ സത്യം പറഞ്ഞാൽ ജയ്സ്വാൾ ഔട്ടായി. ജയ്സ്വാളിൻ്റെ വിക്കറ്റ് ഇന്ത്യക്ക് പോയി. പിന്നെ അവിടെ നിൽക്കുന്നത് ഡിയർ ക്രിക്കറ്റ് ഗീവ് മീ വൺ മോർ ചാൻസ്. ആദ്യത്തെ ചാൻസ് നിനക്ക് തന്നു, ഡക്കായിരുന്നു. രണ്ടാമത്തെ ചാൻസ് നിനക്ക് കിട്ടി, 20 റൺസ് എടുത്തു. മൂന്നാമത്തെ ചാൻസ് കിട്ടി, 31 റൺസ് എടുത്തു. ഡിയർ ക്രിക്കറ്റർ കരുൺ നായരെ, പ്ലീസ് ഈ കളിയിലെങ്കിലും കളിക്ക്. 200 300 ഒന്നും വേണ്ട, ഒരു ഇമ്പാക്റ്റ് ഇന്നിങ്സ് കാഴ്ചവെക്ക് പ്ലീസ്. അതെങ്കിലും കാഴ്ചവെച്ച് ടീമിനെ വിജയിപ്പിക്കണേ നീ പ്ലീസ്. ഒരു റിക്വസ്റ്റാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു കരുൺ നായർ, അതെങ്കിലും കാഴ്ചവെക്കണം. ഒരു ഇമ്പാക്റ്റ് ഇന്നിങ്സ്, ഒരു 70+ റൺസ് എങ്കിലും കണ്ടെത്തുക. എന്നാൽ നമുക്കിവിടെ നിന്ന് ജയിക്കാൻ കഴിയും. കാരണം ഈ ഗ്രൗണ്ട് നമുക്ക് അത്രമാത്രം ഫേവറബിൾ അല്ല എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. നോക്കുവാണെങ്കിൽ 2022 378 റൺസ് ഇവിടെ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് ചേസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിലെ ട്രാക്ക് റെക്കോർഡ് ഇന്ത്യക്ക് ഫേവറബിൾ അല്ല. കരുൺ നായരുടെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ഇന്ത്യയിലെ ഓരോ ഫാൻസും നോക്കി കാണുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. സോ ഇന്ത്യ എത്ര റൺസിൻ്റെ ടാർഗറ്റാണ് ഇംഗ്ലണ്ട് കൊടുക്കാൻ പോകുന്നതാണ് ചോദ്യം. പ്ലാൻ എ, ഞാൻ പറയും ഒരു 550 റൺസെങ്കിലും ഇംഗ്ലണ്ടിന് കൊടുക്കുക. 4ാമത്തെ ദിവസം ഒരു 10 ഓവർ അല്ലെങ്കിൽ 6 ഓവർ ഇംഗ്ലണ്ടിന് കൊടുക്കുക. 5ാമത്തെ ദിവസം അവിടെ റഫായിട്ടുള്ള ഏരിയയും കാര്യങ്ങളും വരും. സ്പിന്നർമാരും ഫാസ്റ്റ് ബോളർമാർ ഇപ്പം കാഴ്ചവെച്ച് ആകാശ്ദീപ് ആയാലും സിറാജ് ആയാലും ഈ കാഴ്ചവെച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ പുതിയ ബോളിൽ നമുക്ക് വിക്കറ്റ് എടുക്കാൻ കഴിയും. പഴയ ബോളിൽ സ്പിന്നർമാർ കുറച്ചും കൂടെ ആക്റ്റീവ് ആയാലേ കഴിയത്തുള്ളൂ. 2 വിക്കറ്റ് 3 വിക്കറ്റ് എങ്കിലും സ്പിന്നർമാർ ഷെയർ ചെയ്ത് എടുത്തില്ലെങ്കിൽ ഈ മത്സരം ചിലപ്പോൾ അവർ ചേസ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. 2 അവന്മാർ ചേർന്ന്, ഹാരി ബ്രോക്കും സ്മിത്തും കൂടെ ചേർന്ന് നിന്ന് 303 റൺസ് എടുത്തെങ്കിൽ അവന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു 500 റൺസ് എടുക്കാൻ അവന്മാർക്ക് വലിയ പാടൊന്നുമില്ല. സോ ഇന്ത്യയുടെ ബോളർമാർ, ഇന്ത്യയുടെ ഫീൽഡർമാർ, ഇന്ത്യയുടെ ബാറ്റർമാരുടെ ദിവസമാണ് നാളെ. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ. ഒരു 550 റൺസ് എങ്കിലും ഇംഗ്ലണ്ടിന് കൊടുക്കാൻ കഴിയട്ടെ. അപ്പോൾ ഇന്ത്യക്ക് ഈ കളി ജയിച്ച് ലോഡ്സിലോട്ട് പോകുമ്പോൾ 1-1 പോകണോ അതോ 1-0 പോകണോ എന്നുള്ള കാര്യം ഗില്ലും ജിജിയും കൂടെ തീരുമാനിക്കുക.